എടാ എടാ സിനാ റെഡിയല്ലേ ചേട്ടാ? സിനിമ കണ്ടു, ഞാൻകുട്ടം പൊളിച്ചോ? ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വിനീതും ധ്യാനും നന്നായി ചെയ്തിട്ടുണ്ട്. ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒന്നും തെറ്റാതെ അവിടെ ചെയ്തു എനിക്ക് തന്നെ അത്ഭുതമായിരിക്കും. അത് തന്നെ, ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഒന്നും എല്ലാം പറഞ്ഞു കൊടുത്ത് ഒന്നും തെറ്റിച്ചില്ല, എല്ലാം കറക്റ്റ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും തെറ്റാതെ ചെയ്യുന്ന ആൾക്കാർ വളരെ കാണുമെന്നുള്ള പ്രയാസം. എങ്കിലും ധ്യാന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു ഒരു അച്ഛനെന്ന നിലയില് താൻ കൂടെ സ്നേഹിച്ച ഒരു രംഗത്താണല്ലോ, അപ്പം അതില് അഭിമാനം കൊള്ളുന്നുണ്ടോ? എല്ലാം ഞാൻ പറഞ്ഞ വിദ്യയാണ്. അപ്പൊ എനിക്കൊന്നും പുതുതായിട്ട് തോന്നിയില്ല. നല്ലൊരു വിദ്യാർത്ഥിയാണ്. ആദ്യം അവൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവൻ ചെയ്തു. ഇപ്പം ബേസിക്കലി സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും പറയുന്നതെന്ന് പറഞ്ഞത് ശ്രീനേട്ടന്റെ പഴയ ശ്രീനേട്ടൻ എഴുതിയ പല ചിത്രങ്ങളിലെയും ഓർമ്മ വന്നു. ഞങ്ങൾക്ക് അടക്കം പല നൊസ്റ്റു അടിച്ചു. ലാലേട്ടനെയും ശ്രീനേട്ടനെയും ഇടക്കിടക്കൊക്കെ സ്ക്രീനില് മിന്നി മാഞ്ഞു പോയി എന്ന ഒരു അഭിപ്രായമൊക്കെ പല ആളുകളും രേഖപ്പെടുത്തുന്നു. അപ്പം ശ്രീനേട്ടനും ആ നൊസ്റ്റു കിട്ടിയോ? അത് കിട്ടി. ദാസനും വിജയനെയൊക്കെ ചെറുതായിട്ട്. ഈ പണ്ട് 10 വർഷം മുമ്പ് ഞാൻ സിനിമയിൽ നിന്ന് അഭിനയിക്കാമെന്ന് ചോദിച്ചപ്പം വർക്ക് പറഞ്ഞ് ഓടിച്ചതാ, ഓർക്കുണ്ടോ? അതിപ്പോ എങ്ങനെ പോകണ്ട? അഭിമാനമല്ലേ? അന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടാണോ ഞാൻ ഇത്രയും നന്നായത്? അമ്മ പുതിയ ഇന്റർവ്യൂകളൊക്കെ കണ്ടായിരുന്നോ ഈ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട്? കുറച്ചൊക്കെ കണ്ടു. നിവിൻ പോളി നന്നായിട്ടുണ്ട്. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും എന്ന് പറഞ്ഞ ഡയലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഡയലോഗ്? അതെ അതെ, നല്ല ഡയലോഗ്. നിവിന്റെ എല്ലാ ഡയലോഗും നല്ലത് അല്ലേ? ചീത്ത പറയലും. ഈ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂപ്പുള്ള സർക്കാസമുള്ള ചിത്രങ്ങളാണ് ശ്രീനേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു കൾട്ടായിട്ട് കൂട്ടുന്ന ചിത്രങ്ങളാണ്. അപ്പൊ പിന്നീട് ഇപ്പം നോക്കാൻ നേരത്ത് വിനീതേട്ടൻ ബേസിക്കലി അത്തരത്തില് സ്കൂപ്പൊക്കെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ കറന്റ് സിറ്റുവേഷന്, കറന്റ് സിനാരിയോ ഒക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തു? തീർച്ചയായിട്ടും അതിനകത്ത് കണ്ടപ്പോ എല്ലാ ഭാഗങ്ങളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് തോന്നിയതായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ആ ഓരോ സീനുകൾ നോക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണ് ധ്യാൻ ചെയ്തത്? കൗണ്ടറിനൊരു കുറവുമില്ല. അല്ല എങ്കിലും ഇരുന്ന് കണ്ടാണല്ലോ, അപ്പം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നിങ്ങൾ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ദാസനും വിജയനും എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ നമ്മൾ ആ സിനിമയിൽ കാണുന്നുണ്ടല്ലോ. അത് ഇപ്പൊ ധ്യാനിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രണവിൽ നിന്നും നമ്മൾ കാണുവാണ്. അതെങ്ങനെയാണ് ഒന്ന് പ്രണവിന്റെ അഭിനയവും ധ്യാന്റെ അഭിനയവും വെച്ച് നോക്കുമ്പോ എങ്ങനെയാണ് ശ്രീചേട്ടൻ മനസ്സിലായത്? പ്രണവും ധ്യാനും ഒരുമിച്ച് നല്ലത് ഇല്ലേ? അവര് കാണിച്ചിട്ടില്ല, അവരെ മിമിക്രി കാണിച്ചിട്ടില്ലല്ലോ. അവരവരുടേതായ ശൈലിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാനും ലാലും ചെയ്തതിന്റെ അനുകരണമായിട്ടൊരു സ്ഥലത്ത് ഫീലായിരുന്നു. ഇനി ഒരു സീനിയേറ്ററിന്റെ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസന് കൊടുക്കാറായോ? സ്ക്രിപ്റ്റ് അവൻ എടുക്കുവോ? ഞാൻ നായകനെ വെക്കാൻ അല്ല, അവര് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മുഹൂർത്തത്തിന്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ ചോദിച്ചില്ല. ചോദിച്ചാ കൊടുക്കും. ഈ ലാലേട്ടനും ശ്രീചേട്ടനും ഒത്തിരി സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളൊന്ന് ഒരുമിക്കണമെന്ന് പ്രേക്ഷകർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്.
അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ശരീരമൊക്കെ നന്നായി ഒരു അസുഖങ്ങളിൽ നിന്നും മാറിക്കുമ്പോൾ അങ്ങനെ ഒരു ഒന്നിച്ചൊരു സിനിമയാണെന്ന് ശ്രീനിച്ചേട്ടനും ആഗ്രഹമുണ്ടോ? ചില സംഗതികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പൊ തോന്നുന്നത്. ഇന്നും അതുപോലുള്ള ചില സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ വെച്ച്. അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, കുറച്ച് കഴിയും. ഒന്നാമത് നമ്മള് ആരോഗ്യപരമായിട്ട് അത്ര ശരിയല്ലാത്തതാണ് ഒരു കാര്യം, നടക്കാത്തതിന്റെ കാര്യം. പിന്നെ ശരീരം മെച്ചപ്പെട്ടാൽ ചില കാര്യങ്ങളൊക്കെ നടക്കും ചെയ്യുമായിരിക്കും. അങ്ങനെ നടക്കണം. ഈ പ്രായമായിട്ടുള്ള ധ്യാനം ഉണ്ടല്ലോ, ഈ പ്രായമായിട്ട് 70 വയസ്സായിട്ടുള്ള ആളായിട്ട് അഭിനയിച്ച ഒരു ധ്യാനെ ശരിക്കും എങ്ങനെയാ സാർ നോക്കി കാണണേ? അല്ല, അതൊക്കെ അറിയാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ അതൊക്കെ ഞാൻ പറഞ്ഞു. ഈ ക്യാരക്ടർ ആർക്കിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരു മനുഷ്യന്റെ പല കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണല്ലോ ധ്യാൻ ചെയ്തിരുന്നത്. അപ്പം ബേസിക്കലി ധ്യാന്റെ അഭിനയം ധ്യാൻ ഇവന് ഇത്രയൊക്കെ ആയോ എന്ന് കണ്ടപ്പോ ഒന്ന് തോന്നിയില്ല. എങ്കിലും ആ ഒരു ആക്ടിങ് അങ്ങനെ ഞാൻ പറഞ്ഞാല് അവരെന്നെ ചെയ്തോ. ശ്രീനേട്ടാ, പണ്ട് കെ ജോർജ് സാറിന്റെ മേള സിനിമയില് മമ്മൂക്കാനെ കൊണ്ടുവന്നത് സാറാണെന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയില് രണ്ട് കൂട്ടുകാരന്മാരുടെ സൗഹൃദങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ്. പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ശ്രീനേട്ടന്റെ? അത് അതിന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്, ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് പിന്നെ എന്റെ അദ്ദേഹമായിരുന്നു പ്രഭാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു മേള എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പം അദ്ദേഹത്തിന്റെ ദുബായിലുള്ള 2 സുഹൃത്തുക്കളാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ചില്ലറ ഈ കാര്യങ്ങളിലൊക്കെ വരച്ച് എഴുതാനും ഒക്കെ താല്പര്യമുള്ള ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളി മേള ഡിസ്കഷന് അവരുടെ കൂടെ എന്നെ ഇരുത്തി. തുടക്കത്തില് ആരൊക്കെയായിരുന്നു വെച്ചാൽ ഡയറക്ടർ KG ജോർജ്, പിന്നെ ക്യാമറാമാൻ രാമേന്ദ്ര ബാബു, എഡിറ്റർ രവി, അക്കൂട്ടത്തിൽ ഞാൻ, പിന്നെ ശ്രീധരൻ ചപ്പാട് എന്ന് പറയുന്നത് ആ സിനിമയുടെ കഥാകൃത്ത്. മേള ഒരു സർക്കസ് കഥകൾ എഴുതിയിരുന്ന ഒരാളാണ് എന്റെ നാട്ടുകാരനായ ശ്രീധരൻ ചമ്പാട്. അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു ബൈക്ക് അഭ്യാസങ്ങൾ കാണിക്കുന്ന, ബൈക്ക് വെച്ച് അഭ്യാസങ്ങൾ കാണിക്കുന്ന ഒരു ക്യാരക്ടർ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോ അത് അഭിനയിക്കാൻ ആരും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിന് പറ്റുമായിരിക്കും, അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ രാമേന്ദ്ര ബാബുവിനും മമ്മൂട്ടിയെ അറിയാം. അദ്ദേഹം പറഞ്ഞു അത് കറക്റ്റാണ് ശ്രീ പറയുന്നത്, അയാൾ പറ്റുമെന്ന് പറഞ്ഞു മറ്റെല്ലാവരോട്. അങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്. ഈ സാമി ലോഡ്ജിൽ താമസിച്ചിട്ടില്ല? അവിടെ ലോഡ്ജിൽ താമസിച്ച ഓർമ്മ എങ്ങനെയാണ്? ഇപ്പൊ ഈ സിനിമ കണ്ടപ്പോ ലോഡ്ജൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ഒത്തിരി പേര് താമസിച്ചിട്ടുള്ള. ഞാൻ മോഹൻലാലിനെ ആദ്യമായി കാണുന്ന സമയത്തോട്ടില്ല, അവിടെ വെച്ച് ഞങ്ങൾ ആദ്യം കാണുന്നത് സുരേഷ് കുമാറിന്റെ കൂടെ മഞ്ഞിന്റെ പൂക്കൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. അപ്പൊ മോഹൻലാൽ സമയം താമസിക്കുക സുരേഷിന്റെ കൂടെ. ബാക്കി പ്ലാനുകളൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ
വയസ്സുണ്ട്, ഇടയ്ക്ക് മാത്രം പോകുന്നതാണ്. ഞാൻ അവിടെ താമസിക്കാറില്ല. അങ്ങനെയൊക്കെ പോയപ്പോഴാണ് ഇവരെ കാണുന്നത്. അങ്ങനെയാണ് കണ്ടത്. അന്ന് സിനിമയുടെ കാര്യങ്ങളൊന്നും സംസാരിച്ചു. സുരേഷ് കുമാർ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ കൂടെ. ഈ പഴയ കോടമ്പക്കം ഇപ്പം റീസെറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അത് അരൂര് സെറ്റ് ഇട്ടിട്ടാണ് വിനീത് ഏട്ടൻ അത് ചെയ്തിരിക്കുന്നത്. അരുവില്ല അരൂര് സെറ്റ് ഇട്ടിട്ടാണ് കോടമ്പക്കം ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ? അതൊക്കെ നമ്മുടെ ഉദയനാണ് സിനിമയില് കോടമ്പക്കം കുറച്ചൊക്കെ ഇന്നത്തെ പിന്നെ സലീം കുമാറിന്റെ ക്യാരക്ടർ പിന്നെ ജൂനിയർ അഭിനയിക്കാൻ വേണ്ടി ഒരു വണ്ടി വരുമ്പോ അതൊക്കെ ഇട്ടാണ് കോടമ്പക്കത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. വന്നു, ഹീറോ വന്നു.